ഹായ് ഞങ്ങളെ വടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ബംഗാളി 13 വർഷമായി തെങ്ങേറ്റം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഈ ജാതി കൊട്ട വെച്ച തെങ്ങിൻ്റെ മണ്ടയമൊക്കെ തെങ്ങ് കയറുന്നേട്ടാ. അപ്പോൾ ഇത് കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ കൊട്ട വെച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണുള്ള ടീം വന്നിട്ടാണ് ഈ കൊട്ട വെച്ചിട്ടുള്ളത്. പക്ഷേ കൊട്ട വെച്ച വാതിൽ നേരെ ചെരുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ്. ആർക്കും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൊട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഈ ചെരുവിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് ഇപ്പോൾ ഈ തുറന്നിരിക്കണതിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് ശരിക്ക് നമുക്ക് കൊട്ടയ്ക്ക് വാതിൽ വരേണ്ട കേട്ടോ. അത് കാരണം ഒരുപാട് തെങ്ങേറ്റക്കാർ വന്നിട്ട് തിരിച്ചു പോയിട്ടുള്ള ഒരു സ്ഥലം കൂടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെയാണ് ഇപ്പോൾ നമ്മളിന്നിപ്പോൾ പണിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഒറ്റ തെങ്ങ് മാത്രം കയറാൻ വേണ്ടിയിട്ട് നമ്മൾ അവരൊക്കെ 300 റുപ്യാണ് നമുക്ക് ഞാൻ ചോദിച്ചു മേടിച്ചിട്ടാണ്. 300ൻ്റെ മേലേക്കുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വണ്ടിയായിട്ട് പോയുള്ള കാരണമാണ് അതിന് 300 റുപ്യ മേടിച്ചത്. നമ്മളിപ്പോൾ ഇത് കയറുന്ന കാര്യങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു വെക്കണ്ടേ. അത്രയും റിസ്ക് പിടിച്ചിട്ട് അത് കണ്ട ഈ സ്ലോപ്പ് കണ്ടില്ലേ, നമ്മൾ ഈ സൈഡിൽ കൂടെ ഒരിക്കലും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സമയം അപ്പുറത്തെ സൈഡിൽ കൂടി ചെന്നുണ്ടെങ്കിൽ കയറുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഈ കൊട്ട വെച്ചിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ടൈറ്റായിട്ട് നെറ്റ് ബോൾട്ടിൽ ടൈറ്റ് ആക്കേണ്ടത് വെറും ഈ പ്ലാസ്റ്റിക്കിൻ്റെ കയറില്ലേ അത് വെച്ചിട്ടാണ് ഇത് ടൈറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. 1 കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം പ്ലാസ്റ്റിക്കിൻ്റെ കയറ് തുരുമ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊട്ട നേരെ വന്നിട്ട് അവരുടെ ഓടിൻ്റെ മണ്ടമയ്ക്ക വീഴട്ടെ. അത്രയും പൊട്ടപ്പണിയാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് കയറുന്ന റിസ്ക്കും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ അവർ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഏകദേശം 6-7 മാസത്തിൻ്റെ മേലെ 1 കൊല്ലത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും അവർ ഈ കൊട്ട വെച്ചിട്ട് പോയിട്ടിട്ടാ. ഇത് പെരിന്തൽമണ്ണ ടീമാണ് ഇവർ ഈ കൊട്ട വെച്ചിട്ടുള്ളത് അവരെ വീട്ടിൽ വർക്കിന് വേണ്ടി. നമ്മൾ അത്ര റിസ്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മണ്ടമയ്ക്ക് കയറി. ഞാൻ നമ്മൾ സ്നേഹിത ബിബിബായും കൂടിയിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ബിബിബായാണ് ഇപ്പോൾ ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് പിടിച്ചു തന്നിട്ടുള്ളത്. പിന്നെ ഇവരുടെ വീടിൻ്റെ വീഡിയോയും അവിടെ കൊള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഞങ്ങളൊരു ഫുൾ വീഡിയോ വേറെ ഇടുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മളിത് ഫുള്ളായിട്ട് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഒന്നും കാണിക്കണില്ല. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറേണ്ട റിസ്ക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ചെരിഞ്ഞിട്ടുള്ള തെങ്ങാണ് കേട്ടോ. തെങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മണ്ടമയ്ക്ക് കയറിയപ്പോൾ എടുത്തിരുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒരു കൊട്ടയിൽ വെച്ചിട്ടുള്ളത് ആ കൊട്ടറ മുകളിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അത്ര റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു കൊട്ടയിട്ടാണ്. ഭയങ്കര വട്ടുണ്ട് ഈ കൊട്ടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ. അവരിപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ആ ഡോർ തുറന്ന് വയ്ക്കാന്നല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിരിക്കും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത്ര റിസ്ക് എടുത്തിട്ടാണ് കയറിയത്. പിന്നെ അപ്പുറത്തെ തെങ്ങിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയത്. പക്ഷേ ആ തെങ്ങിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം തൊലി മൊത്തം പോയിട്ട് തുരുമ്പായിക്കണ്. അപ്പോൾ നമ്മളെ ലോഡും 10-60 കിലോ നമ്മളും പിന്നെ മെഷീൻ്റെ ഒരു 10-20 കിലോ. അപ്പോൾ തന്നെ 80 കിലോൻ്റെ അടുത്ത് വെയിറ്റായി. അപ്പോൾ പിന്നെ തല പൊട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലും വെച്ചിട്ട് നമ്മൾ പിന്നെ അപ്പുറത്തെ തെങ്ങുമ്പോൾ കയറിയില്ലട്ടെ. ഈ ഒരു തെങ്ങുമ്പോൾ കയറിയിട്ട് കംപ്ലീറ്റ് കുറേ നേരം നിന്നേക്കണേ. കുറേ നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 12:30 വന്നിട്ട് ഞങ്ങൾ 2:30 മണിയായിക്കിട്ട് ഇവിടെ ഈ ഒരു ഒറ്റ തെങ്ങ് കയറിയിട്ട് പോകുമ്പോൾ അത്രയും ടൈം പിടിച്ചിരിക്കണം. ഇതിൻ്റെ മുകളിൽ കയറി കിട്ടാൻ തന്നെ ഞാൻ മാക്സിമം ഒരു 1/2-3/4 മണിക്കൂറോളം ഞാൻ തെങ്ങിൻ്റെ മണ്ടയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ തെങ്ങിൻ്റെ ഇതിലേക്ക് കയറിയത്, കൊട്ടയ്ക്ക് കയറിയത്. എന്താ കാരണം ചോദിച്ചെങ്കിൽ ഇത് സ്ലോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് അവർ ചെയ്തത്. അത് കാരണം അപ്പോൾ നമ്മൾ ഈ ചെരുവുകൊണ്ട് വന്നിട്ട് ഇങ്ങോട്ട് ഈ മെഷീൻ വെക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരിക്കലും കയറാനും കാര്യങ്ങൾക്കും ഒന്നും പറ്റണില്ല കേട്ടോ. അപ്പോൾ അത്ര റിസ്ക് പിടിച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. നമ്മളെ മാറഞ്ചേരിയിൽ തന്നെയാണ്. മാറഞ്ചേരി സ്കൂളിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് MG റോഡിൻ്റെ അവിടെ ഉള്ളിലേക്ക് പോയിട്ടാണ് അപ്പോൾ ഈ കൊട്ട വെച്ചിട്ടുള്ള വീട്. അപ്പോൾ അത്രയും റിസ്ക് പിടിച്ച ഒരു പണിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പണി ചെയ്യണത്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് തോന്നി കണ്ട. അതിൻ്റെ മണ്ടയിൽ വന്ന് ഇടുന്നത് കണ്ട ഓടാണ്. അത് വെട്ടിത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വെട്ടിത്തരമാണ് ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ളത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നമ്മൾ പിന്നെ നമ്മളെ ഈ ഫില്ലറിനൊക്കെ ഇതുണ്ടാവില്ലേ, പെട്ടി ഫില്ലറിൻ്റെ പെട്ടിമായിട്ട് ഒരു സാധനം വെച്ചിട്ട് നെറ്റ് ബോൾട്ട് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഒരിക്കലും വീഴില്ല. ഇത് കണ്ട കയറ് വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത്. കണ്ട 2 കമ്പി വെറുതെ കൊടുത്തിട്ട് കയറ് വെച്ചിട്ടാണ്. അതേ സമയം പിരിക്കമ്പി